പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 17 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചോര് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള് കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങൾ ആസ്പിക്കാൻ നടത്തിയ കർത്താവേ, നിന്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അത് സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം, വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികൾ, പീഡിതരെ, മനപ്രയാസമുള്ളവർ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ് അവർക്കെല്ലാം കർത്താവേ നിന്റെ സാന്ത്വനം നൽകിയ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. സമീപസ്ഥരും വിദൂരസ്ഥരുമായ മക്കളെ, പല മക്കളുടെ ചില ഫോൺ വിളികൾക്ക് ശേഷം, ചില കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അതുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ ദുഃഖങ്ങളെ കർത്താവിൻ്റെ ദൃശ്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരെ, ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവരെ, അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിൻ്റെ തിരുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരുണ അവിടെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിങ്ങളെപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ്. പക്ഷേ കൃപാസനത്തിൽ നിന്ന് അത് പറയുമ്പോൾ അതിന് വേറെ ഒരു ട്വിസ്റ്റിങ് വരും മിക്കവാറും. എന്താ പ്രശ്നം വെച്ചാൽ ഇന്ന് ധ്യാനിപ്പിച്ചപ്പോഴേ നമ്മുടെ ജെറമിയയില്ലേ, ജെറമിയ 2:13 എന്തെന്നാൽ എൻ്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഇത് സാധാരണ ആഭിചാരം, കൂടോത്ര മന്ത്രവാദം, അവർ തന്നെ മറ്റു തരത്തിലുള്ള വിശ്വാസങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ചില ധ്യാനവേദികളിലൊക്കെ നമ്മളിത് കേൾക്കുന്നത് എപ്പോഴും. അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളാണ്, കാര്യം അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല വിഷയം. നമ്മൾ പൊട്ടക്കിണറെ കുഴിക്കുന്നതല്ല പ്രശ്നം. അതായത് ഇതെല്ലാം ഈ നമ്മുടെ ഒന്നാമത്തെ കൽപ്പനയുമായിട്ട് ലിങ്ക്ഡാണ്. ഒന്നാമത്തെ കൽപ്പന എന്താ? പുറപ്പാട് 20:2 അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഇതുമായിട്ട് ലിങ്ക്ഡാണ്. ഏത്? നേരത്തെ പറഞ്ഞ ജെറമിയ 2:13 എന്താണ്? ജീവന്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു, പകരം പൊട്ടക്കിണറുകൾ കുഴിച്ചു. ഇത് ഒരു ജന്മം ധ്യാനിക്കാനുണ്ട വിഷയമാണ്. കാര്യം ഇതിനകത്ത് വരുന്ന ഒരു ഏറ്റവും വലിയ പ്രോബ്ലം ഈ പകരം, ദൈവത്തിന് പകരം ഒരു അതർ ഗോഡ് എപ്പോഴും ഇങ്ങനൊരു നിഴല് പോലെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അതർ ഗോഡ് എന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന, ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്ന സിമ്പിളാണ്. ദൈവവചനം അവോയ്ഡ് ചെയ്യുമ്പോൾ ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ഞാൻ ചില സമയത്ത് ഓർക്കുകയും ദൈവം എന്തോ ഒരു കരുണയുള്ള ആളാണ്. ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് മുഴുവനും. കാര്യം ദൈവത്തിൻ്റെ വചനങ്ങൾ
മിക്ക വചനങ്ങളും തന്നെ സിമ്പിളാണ്. വചനങ്ങൾ സിമ്പിളാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വചനം മത്തായി 11:30, എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ചുമട് ഭാരം കുറഞ്ഞതുമാണ്. അപ്പൊ കർത്താവിൻ്റെ കാലത്ത് യഹൂദന്മാരുടെ ജൂഡൈക് ലൈഫില്ലേ, ഭാരം കൂടിയതായിരുന്നു. അതാണ് ഈശോ അങ്ങനെ പറയണത്. ജൂഡൈക് യഹൂദന്മാരുടെ ജീവിത രീതികളും പിന്നെ ഈ റബികൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ തന്നെ ഓരോരുത്തരും വ്യാഖ്യാനിച്ച് അത് വചനം പാലിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടുപോയായിരുന്നു. അതാണ് ഈശോ അത് പറയുന്നുണ്ട്, നിങ്ങൾ ദുർവാഹമായ ചുവടുകളെ. മത്തായി 23:4 അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു. സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. റബിനിക് ലോ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഓരോരോ കാലം തോറും ജീവിക്കാൻ ബുദ്ധിമുട്ടിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയാമോ? നിസ്സാര പ്രശ്നങ്ങളൊന്നുമല്ല. തന്ത്രപരമായിട്ട് ഒരു ദൈവ സംവിധാനത്തിനെ ഒരു പറ്റം ആൾക്കാർ ഹൈജാക്ക് ചെയ്യണതാണ് കാണുന്നത്. വെച്ചാൽ ഒരു മതത്തിൻ്റെ സത്യങ്ങളെ എന്തുമാത്രം സങ്കീർണമാക്കുന്നുവോ അപ്പോഴതനുസരിച്ചുകൊണ്ട് ഒരു പണിയില്ലാതെ ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ജീവിതവുമായിട്ട് മൽപ്പിടുത്തം നടത്തേണ്ടി വരാതെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം മാത്രമേ വചനം പാലിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള സാഹചര്യം ഉണ്ടാകും. നാട്ടിൽ നടക്കുന്ന കഴുതവണ്ടിക്കാരനും മത്സ്യത്തൊഴിലാളിക്കും മറ്റുള്ള കഠിനമായി രാത്രിയും പകലും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ആൾക്കാർക്ക് ഇത് പാലിക്കാൻ പറ്റാതെ വരും. ഇത് യഹൂദന്മാരുടെ ഇടയിലും വന്നു, ഇന്ത്യയിൽ നമ്പൂതിരിമാരുടെ ഇടയിലും വന്നു, നമ്പൂതിരി വെച്ചാൽ ബ്രാഹ്മിൺസിൻ്റെ ഇടയിലും വന്നു. അപ്പോൾ അത് വെച്ചാൽ ഒരു ന്യൂനപക്ഷ മതത്തിൻ്റെ ദൈവത്തെ തന്ത്രപരമായിട്ട് ഹൈജാക്ക് ചെയ്യണതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ ഭാരം നിയമങ്ങളെ പെരുക്കിയും വ്യാഖ്യാനിച്ചും ദൈവത്തെ പ്രാപിക്കണമെങ്കിൽ പറ്റാത്ത രീതിയിൽ ആക്കി തീർക്കും. അതാണ് ഈശോ പറയണത്, നിങ്ങൾ വലിയ ഭാരം ജനങ്ങളുടെ മേൽ കെട്ടി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈശോ പറയും, ഞാൻ ആ ഭാരം ലഘുവാക്കുകയാണ്. ആ ഭാരം ലഘുവാക്കുന്നതല്ല, എൻ്റെ മുഖം മധുരവും ഭാരം ലഘുവുമാണ്. അവിടെ എന്താണ് ഭാരമുള്ളത്? ഒരു ഭാരവുമില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പം സ്നേഹിക്കണമെന്നുള്ള ഒറ്റ സംഭവത്തിൽ ഈശോ ഇതെല്ലാം കൊണ്ടുവന്ന് ഒതുക്കും. ഇനി ആരാണ് എൻ്റെ സ്നേഹിതൻ എന്ന് ചോദിച്ചാൽ അപ്പോൾ സമരക്കാരൻ്റെ കഥ കൂടി പറഞ്ഞിട്ട് കർത്താവ് സ്നേഹത്തിൻ്റെ സാർവജനീനത ഏറ്റവും കൂടുതൽ സഹായം എത്തുന്ന രീതിയിലേക്ക് അതിനെ ക്രമീകരിക്കും. സിമ്പിളായിട്ടാണ്. അപ്പോൾ ബേസിക്കായിട്ട് മൗലികമായിട്ട് സ്നേഹമാണ്. അതുകൊണ്ട് ഈ മാർപ്പാപ്പമാരൊക്കെ കരുണയെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ തന്നെ ഏറ്റവും ഉദാത്തമായ രൂപമാണ്. കാര്യം സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കരുണയ്ക്കും സ്നേഹത്തിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കരുണ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് കാണിക്കണതാണ്. അതിൻ്റെ അകത്ത് ഒന്നുമില്ല പ്രതീക്ഷിക്കാൻ. ആ ദൈവം നമ്മോട് കാണിച്ചതാണ്. സ്നേഹമാകുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ അതൊരു ബയലാറ്ററൽ ഒരു റെസിപ്രോക്കലായിട്ടുള്ളൊരു സ്നേഹം കൊടുക്കുന്നവർക്ക് എപ്പോഴും സ്നേഹം കിട്ടണമെന്ന് ഉള്ള ഒരു ആഗ്രഹം അജ്ഞാതമായെങ്കിലും അവബോധ മനസ്സിലെങ്കിലും കാണും. അത് ഒരു മനുഷ്യപ്രകൃതിയാണ്. കരുണയ്ക്ക് അതൊന്നുമില്ല.
കാരണം നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നതാണ്. അപ്പം ഞാൻ പറയണത് കുറേശ്ശെയായിട്ട് നമ്മൾ ഇത് എല്ലാവരും മനുഷ്യർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ മുഖം മധുരമാണെന്ന് ഈശോ പറയണില്ലേ, ഭാരം ലഘുവാണെന്ന്. അപ്പം ഭാരം ലഘുവാണെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലാവും. ഇപ്പം ലൈറ്റ് വെയിറ്റ് ആയിട്ട് എന്തുമാത്രം സാധനമാണ്. പണ്ടൊക്കെ നമ്മൾ ഇസ്തിരി എടുത്ത് 10 കിലോ ഉള്ള തേപ്പോട്ടിയുടെ അകത്ത് ചിരട്ടക്കല്ലൊക്കെ പൊട്ടി അത് പൊക്കി പിടിച്ച് കുറച്ച് എന്ത് ആയാസത്തിനാണ് തുണി തേക്കണത്. ആ സമയത്ത് ഇപ്പോഴെന്താ പറ്റണത്, ഇപ്പോൾ ഓൺലൈനിൽ മേടിക്കുന്ന തേപ്പൊട്ടി കൊണ്ട് ചുമ്മാ ഇങ്ങനെ ചൂട് അഴയിലിട്ട് തേച്ചുകളെ. അപ്പം ഭാരം ലഘുവായി, സിമ്പിളായി, ലൈറ്റ് വെയിറ്റായി. അപ്പം ലൈറ്റ് വെയിറ്റ് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാകത്ത ശരിക്കും. അപ്പം ഭാരം ലഘു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അന്തസത്യം എന്ന് പറയണത്, നമ്മൾക്ക് കർത്താവിൻ്റെ ഏത് കൽപ്പനയും പാലിക്കാം, അനോയിൻറ്റിങ് കിട്ടിയാൽ മതി. അതാണ്. അല്ലാതെ നമുക്ക് കർത്താവിൻ്റെ ഏത് കൽപ്പനയും പാലിക്കാം, പാപമില്ലാതെ ജീവിക്കാം, അതൊക്കെ വലിയ ഭാരമുള്ള പരിപാടികളില്ല. പക്ഷെ എന്താണ്, ഇതിൻ്റെ അനോയിൻറ്റിങ് കിട്ടണം. എപ്പോഴും നിങ്ങൾ നിശബ്ദ ധ്യാനത്തിലെങ്കിലും അനോയിൻറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ പാപം ചെയ്യാതിരിക്കാനും പുണ്യത്തിൽ പുരോഗമിക്കാനും എപ്പോഴും നമുക്ക് വേണ്ടത് ഇതിനെ ലഘുവാക്കുന്ന അനോയിൻറ്റിങ്. ആ ദൈവസ്നേഹം കൂടി വരുമ്പോൾ അനോയിൻറ്റിങ് താനേ വരും.